സംസ്ഥാനത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധം ഘടിപ്പിക്കാൻ ഭരണ പ്രതിപക്ഷ കക്ഷികൾ തയ്യാറെടുക്കുന്നു. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി കോൺഗ്രസ് ഇന്ന് രാജ്ഭവന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നുണ്ട്. SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുന്നു. ഷെവീദ് റാവുത്തർ സ്പീക്കിംഗ്. ഗുഡ് മോർണിംഗ് ഷെവീദ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ഇന്നലെ നമ്മൾ കണ്ടതാണ് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം. അത് പൗരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരെ ഉണ്ടായി. പ്രത്യേകിച്ച് ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നത് നമ്മൾ കണ്ടതാണ്. LDFന്റെ AGS ഓഫീസ് മാർച്ച് നമ്മൾ കണ്ടതാണ്. പലയിടത്തും ജില്ലാ കേന്ദ്രങ്ങളിലടക്കം പ്രതിഷേധ ധർണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ LDFും UDFും സംഘടിപ്പിച്ചു. ഇന്നും അതിന്റെ തുടർച്ച സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇതിനോടകം തന്നെ ഭരണ പ്രതിപക്ഷ നേതാക്കളും സർക്കാരും നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. പൗരത്വ ഭേദഗതി നിയമം സംസ്ഥാനത്ത് നടപ്പാക്കാൻ അനുവദിക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മനുഷ്യനെ വേർതിരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങളെ ശക്തമായി എതിർക്കും എന്ന് സർക്കാരും അതേപോലെ തന്നെ ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. ഇന്നും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം തുടരും. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടൽ എന്ന മുദ്രാവാക്യവുമായി കോൺഗ്രസ് ഇന്ന് രാജ്ഭവന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തും. ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെയാണ് മുതിർന്ന നേതാക്കളടക്കം പങ്കെടുക്കുന്ന ധർണ. മണ്ഡലം കേന്ദ്രങ്ങളിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടികൾ തുടരുകയാണ്. മാത്രവുമല്ല, ഇന്നലെ AIFന്റെ അടക്കം AGS ഓഫീസിലേക്കുള്ള നൈറ്റ് മാർച്ച് ഉണ്ടായിരുന്നു. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ സുപ്രീം കോടതിയിൽ ഏത് രീതിയിൽ കേസ് കൊണ്ടുപോകണമെന്നുള്ള കാര്യത്തിൽ നിയമോപദേശം തേടിയിട്ടുണ്ട്. ഇന്ന് ആ നിയമോപദേശം ലഭിക്കും. ശേഷം സംസ്ഥാന സർക്കാരും വേഗത്തിൽ പൗരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കും. ഭരണഘടനയുടെ അനുച്ഛേദം 14 പ്രകാരം നിയമവിരുദ്ധമാണിത് എന്നുള്ളതായിരിക്കും പ്രധാനമായും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വീണ്ടും ആവർത്തിക്കുക. അതേസമയം ഒന്നിച്ചുള്ള പോരാട്ടം അതടക്കമുള്ള വിഷയങ്ങളിൽ ഇക്കാര്യത്തിൽ തുടർ ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്യും. എസ്കെൻ. ഓക്കെ, താങ്ക് യു ഷെവീദ് റാവുത്തർ. പൗരത്വ നിയമത്തിനെതിരെ സർക്കാരുമായി യോജിച്ചുള്ള സമരത്തിനില്ലെന്ന് UDF കൺവീനർ MM ഹസൻ. വിഷയത്തിൽ നേരത്തെ മുതൽ ഏറ്റവും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചത് UDF ആണ്. സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെയുള്ള കേസുകൾ ആദ്യം പിൻവലിക്കണം. MM ഹസൻ 24നോട് പറഞ്ഞു. വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി യോജിച്ച തരത്തിലുള്ള ഏതെങ്കിലും പ്രതിഷേധത്തിന് UDF ഉണ്ടാകുമോ? അതിൻ്റെ കാര്യമില്ലല്ലോ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തമായ പ്രതിഷേധം നടത്തിയ ഞങ്ങളല്ലേ. എന്തിനാ സർക്കാരുമായി യോജിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. സർക്കാരിന് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആദ്യം നടന്ന സമരങ്ങളുടെ പേരിലുള്ള കേസുകൾ പിൻവലിക്കട്ടെ.